ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. രാവിലെ ആരൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങുവാണ്. 7:10 ഓട്ടോച്ചേട്ടൻ മേളിൽ ഇപ്പോൾ വരും. ആഷർ എഴുന്നേറ്റില്ല. ആഷറിന് 9:30 പോകണം. പിന്നെ ഞാൻ എല്ലാ ജോലിയും ആരൻ പോയി കഴിഞ്ഞാൽ ഗേറ്റും അടച്ചിട്ട് എല്ലാ ജോലിയും ചെയ്യാൻ പോവുക. ഇന്ന് രാവിലത്തെ പാചകവും ഉച്ചക്കലത്തെ പാചകവും ഇല്ല. ഞങ്ങൾക്ക് ഇന്ന് പിന്നെ ഒരു ഫങ്ഷനുണ്ട്. എനിക്ക് എറണാകുളത്തൊരനീത്തി, ചങ്ങനാശ്ശേരിയിലൊരനീത്തി, കോട്ടയത്തൊരനീത്തി, ഞങ്ങൾ 4 പേര്. അപ്പം ചങ്ങനാശ്ശേരിയിലുള്ള അനീത്തിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫങ്ഷന്. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോച്ചേട്ടൻ 11 വരും. 11:30 ഫങ്ഷൻ തുടങ്ങുന്നത്. ആരൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞങ്ങൾക്ക് അവിടെ പോകണം. പിന്നെ പോയിട്ട് ഉച്ച കഴിയുമായിരിക്കും വരുമ്പോൾ. അങ്ങനെ ആരൻ വേണ്ട ഇപ്പം സ്കൂളിലോട്ട് പോയി. അപ്പോൾ ഞാൻ എളുപ്പം ജോലികളൊക്കെ തീർക്കട്ടെ. ഇന്നലെ ആരൻ വരുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കണം. ഓക്കെ, റെഡിയാകട്ടെ. ഞാനൊരുങ്ങി റെഡിയായി. ആരൻ അവിടെ റെഡി ആകുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയിട്ട് വരാം. അനീത്തിയുടെ വീട്ടിലെ ഫങ്ഷൻ ഞാൻ പറഞ്ഞില്ലേ. ഓട്ടോച്ചേട്ടൻ വന്ന് കിടപ്പുണ്ട്. 11 അവിടെ ഫങ്ഷൻ തുടങ്ങും. ആരൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ. ദേ റെഡി ആവുന്നു. ഹായ് പറ. ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ ഒരേ കളറാണ്. ഇന്നത്തെ ഡ്രസ് കോഡ് ഈ കളറാണ്. അനീത്തി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇട്ടുകൊണ്ട് ചെല്ലണമെന്നൊന്നുമല്ല, ചുമ്മാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് അങ്കമാലിയിലെ എൻഗേജ്മെൻറ്റിന് പോയപ്പം മേടിച്ചത് ഈ കളറ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ആരനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ തയ്യാറാക്കി. എന്തോ അല്ലേ ഇപ്പോഴത്തേക്ക് ഒരു രസം. എന്തോ അല്ലേ ഇപ്പോഴത്തെ ഓരോരോ ഫങ്ഷനും പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും. എൻ്റെ പൊന്നും, നല്ല പൈസ ചിലവ് ആക്കി ഓരോരോ കാര്യങ്ങളല്ലേ. രസമാണ്. ഓരോ കാലത്തിനനുസരിച്ച് നീങ്ങുക. പൈസ ഉള്ളവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് പിന്നെ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു രാവിലെ. ഇപ്പം ഏത് കളറ് വേണം, ഏത് ടൈപ്പ് വേണമെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കയ്യിൽ സ്റ്റോക്ക് അഡ്രസ്സൊക്കെ അല്ലേ. പിന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പം ഞാനും ഓർത്ത് ഇന്ന് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഓരോ സ്ഥലത്തും പോകുമ്പോഴേ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡ്രസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ദൈവം ഓരോരോ വഴി തുറന്നു നിന്നു, അനുഗ്രഹിച്ചു. എല്ലാവർക്കും എല്ലാം ഉണ്ടാകട്ടെ. നമുക്ക് മാത്രം പോരാ, എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും വേണം. ഞാൻ കുത്തിയിരുന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്കൊരു കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം അല്ലേ, അറിയുമ്പോഴും ഒക്കെ. ഞാനിരുന്നങ്ങ് പ്രാർത്ഥിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിച്ചോളൂ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം ആരൻ റെഡിയായി. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങട്ടെ. പോയിട്ട് വന്നിട്ട് കാണാം. വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. സിറിയൻ കാത്തലിക്സിൻ്റെ കുർബാന ഫങ്ഷന് കുർബാനയും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാ ഫങ്ഷനും കുർബാനയോടുകൂടിയാണ്. പണ്ട് അങ്ങനെ അത്ര ഇല്ല. ആ ഫങ്ഷൻ പെട്ടെന്ന് ചടങ്ങ് തീർത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കുർബാനയോടുകൂടിയാണ് വെക്കുന്നത്. ഭയങ്കര ഈ കത്തോലിക്കർ നല്ല ഭക്തിക്കാരാണ്. ഞങ്ങൾ കത്തോലിക്കരല്ലേ. പിന്നെ എൻ്റെ അപ്പൻ വീട്ടുകാരും അമ്മ വീട്ടുകാരും കത്തോലിക്കർ. എന്നെ കെട്ടിച്ചതാണ് മാർത്തോമയിൽ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്നും മാറി. അങ്ങനെ ഇത് എല്ലാം ഭയങ്കര അച്ചടക്കവും നല്ല ദൈവഭയവും നല്ല കേട്ടോ. പള്ളിയിൽ നിൽക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കുകയില്ല.